നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. പൂയം നാളുകാർക്ക് ഈ മാസം തൊഴിൽപരമായി വളരെ അനുകൂലമാണ്. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരും. തൊഴിൽ രംഗത്ത് മേന്മകൾ കൈവരിക്കുന്നതിന് സാധിക്കും. കുടുംബ സൗഖ്യം അനുഭവത്തിൽ വരുന്ന കാലം കൂടിയാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകും. ബന്ധുജന സഹായം ലഭിക്കുകയും ചെയ്യും. മാനസികമായ സുഖവർദ്ധന, പ്രവർത്തനങ്ങളിൽ വിജയം, വാതജന്യ രോഗങ്ങളാൽ വിഷമിക്കുക, അപ്രകാരം ഒരു ദോഷഫലം ഇവർക്ക് ഈ മാസം നിലനിൽക്കുന്നുണ്ട്. സന്ധികളിൽ വേദന, ചെറിയ ഔഷധ സേവ വേണ്ടിവരിക, അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. മാസമധ്യം കഴിഞ്ഞാൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ്. സുഹൃത്തുക്കളുമായി സംഗമം ഉണ്ടാവും. ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി കൈവരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇവർ ശിവനെയാണ് ഈ മാസം ദോഷശമനത്തിനായി ഭജിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുക, ഭസ്മാഭിഷേകം നടത്തിക്കുക. കൂടാതെ വീട്ടിൽ തന്നെ ശിവാഷ്ടോത്തരം ജപിക്കുക, നമശിവായ മന്ത്രം ജപിക്കുക മുതലായവ ഇവർക്ക് ദോഷശമനത്തിന് വളരെയധികം ഗുണകരമായ കാര്യമാണ്.